പ്രണവ് മോഹൻലാലിന്റെ സിനിമ അരങ്ങേറ്റം താരപുത്രൻ എന്ന വിലാസത്തിൽ തന്നെയായിരുന്നു. ഇതുവരെ മറ്റൊരു താരപുത്രന്റെയും അരങ്ങേറ്റം ആഘോഷമാക്കിയിട്ടില്ലാത്തതുപോലെ പ്രണവിനെ ആരാധകർ ആഘോഷമാക്കി. മോഹൻലാലിന്റെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് തന്റെ മകന്റെ ആദ്യ സിനിമ നിർമ്മിച്ചു. പക്ഷെ ഇതിലൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് പ്രണവ്. ഇതുവരെ ഒരു അഭിമുഖം പോലും നൽകുകയോ പൊതുവേദിയിൽ വരാനോ താല്പര്യം കാണിച്ചിട്ടില്ല. ആദ്യ സിനിമ റിലീസായ സമയം ഹിമാലയ യാത്രയിലായിരുന്നു പ്രണവ്. അങ്ങനെ ഏറെ സ്വകാര്യ ജീവിതം ആഗ്രഹിക്കുന്ന പ്രണവും മലയാള സിനിമയിൽ രാജാവായി നിൽക്കുന്ന മോഹൻലാലും തമ്മിൽ സിനിമയോടുള്ള കാഴ്ചപ്പാടിൽ അന്തരമുണ്ട്. പ്രണവിന് സിനിമയോട് താല്പര്യമില്ലെന്ന് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രണവിന്റെ രണ്ടാമത്തെ സിനിമയായ 21ാം നൂറ്റാണ്ട് വിമർശനങ്ങൾ നേരിട്ടപ്പോൾ ഇതിൽ പ്രതികരിച്ചിരിക്കുകയാണ് ലാൽ. അഭിനയ ജീവിതത്തിൽ എന്റെ തുടർച്ചയല്ല പ്രണവ്. അവന്റെ പ്രതിഭയും ദൈവാനുഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അതെല്ലാം ഇരിക്കുന്നത്. തുടരാൻ പറ്റുമെങ്കിൽ അവൻ തുടരും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തും എന്ന് മോഹൻലാൽ പറഞ്ഞു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രണവ് ആദ്യ സിനിമ ചെയ്തത്. ഞാൻ പെട്ടുപോയി എന്നാണ് അവൻ പറയുന്നതെന്ന് നേരത്തെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണമായിരുന്നു വന്നത്. ഇതിലെ പ്രണവിന്റെ അഭിനയത്തെ വിമർശിച്ച് മിത്ര സിന്ധു എന്ന അധ്യാപിക രംഗത്തെത്തിയത് ഏറെ ചർച്ചയായിരുന്നു. മിത്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: പത്മഭൂഷൺ മോഹൻലാൽ സ്വന്തം കാശ് മുടക്കി പ്രണവ് മോഹൻലാലിന്റെയും അരുൺ ഗോപിയുടെയും ഈ രണ്ടാം ഊഴമൊന്ന് കാണണം. എന്നിട്ട് ഈ നിഷ്കളങ്കനും നിർമ്മമനുമായ മകന് പറ്റിയ ഒരു ജോലി കണ്ടെത്തി കൊടുക്കണം. ഇല്ലേ അന്തസ്സായി പണ്ട് പാച്ചിക്ക ചെയ്ത പോലെ ഏതെങ്കിലും നല്ല സ്കൂൾ കണ്ടെത്തി മോനെ അവിടെ അഭിനയം പഠിക്കാൻ വിടണം. ഒരു നടന് തന്നെ അടയാളപ്പെടുത്താനുള്ള ഉപാധി ശരീരവും ശബ്ദവുമാണല്ലോ. പ്രണയം, വിരഹം, വിഷാദം, കലഹം എന്നീ അവസ്ഥകളിലെല്ലാം ശരീരഭാഷയും ഭാവശബ്ദാദികളും ഏകദാനമായി നിർത്താനേ ഈ പാവം പയ്യനാകുന്നുള്ളൂ. നിഷ്കളങ്കതയും നിർവികാരതയും ഒരുപക്ഷെ ജീവിതത്തിൽ നല്ലതാകും. എന്നാൽ അഭിനയത്തിൽ അതൊട്ടും ഗുണം ചെയ്യില്ലെന്ന് ഞങ്ങളെക്കാളേറെ താങ്കൾക്കറിയാമല്ലോ. പിന്നെ ആ മുളകുപാടം മുതലാളിയോടൊന്ന് പറയണം, നൂറ്റാണ്ടിലെ കിട്ടിയ സിനിമകളിൽ നിന്നൊക്കെ എടുത്ത സന്ദർഭങ്ങളും ഡയലോഗും കൂട്ടിക്കലർത്തി ആരേലും പടം പിടിക്കാൻ കഥയും കൊണ്ടുവന്ന കാശിങ്ങിനെ വാരിക്കൊരി കൊടുത്തേക്കരുതെന്ന്. പൂത്ത പണം കൂടുതലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇട്ടേച്ചാൽ മതിയെന്ന്. ഒരു ഉപകാരത്തിൽ പെടുമല്ലോ. ആ അരുൺ ഗോപിയോട് പറയണം, ജയിലിൽ 100 ദിവസം കിടന്ന ഒരു പാവം ചേട്ടന്റെ പടമായോണ്ട് മാത്രമാ ഞങ്ങളന്ന് രാമലീല കണ്ട് സഹകരിച്ചു തന്നതെന്ന്. ഇനി ഉണ്ടാവില്ല എന്നാ സത്യമായിട്ടും അന്ന് കരുതിയത്. അതും കഴിഞ്ഞ് 21ാം നൂറ്റാണ്ടെന്ന് പേരിട്ട് 19ാം നൂറ്റാണ്ടിലെ ട്രെയിൻ ഫൈറ്റൊക്കെ കാണിച്ച് ഞങ്ങളെ ഒന്നും പറ്റിക്കരുതെന്ന്. വാട്സപ്പും ഫേസ്ബുക്ക് ലൈവും ഒക്കെ ഉപയോഗിച്ച് ധർമ്മജൻ ബോൾഗാട്ടി വരെ വീരശൂര ഓപ്പറേഷൻ നടത്തുമ്പോൾ പാവം പോലീസുകാർ മാത്രം റോഡ് ഷോ നടത്തുന്ന കാഴ്ച അതീവ ദയനീയമാണ്. ഇങ്ങനെ തുടരുന്നു മിത്ര സിന്ധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഗോപി സുന്ദറിനെയും അവർ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.